പൊളിറ്റിക്കൽ ക്രിമിനൽ പരാമർശത്തിൽ ജി സുധാകരനെതിരെ നിയമ നടപടിയുമായി മുൻ MLA എച്ച് സലാം. ഇത്തരം പ്രയോഗങ്ങളിലൂടെ സുധാകരൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കോടതിയിൽ വന്ന് പറയട്ടെ എന്ന് എച്ച് സലാം പറഞ്ഞു. 2021 തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഉത്തരവാദിത്തങ്ങളില്ലാതിരുന്നിട്ടും സുധാകരൻ സ്വന്തം നിലയ്ക്ക് പണം പിരിച്ചുവെന്ന ആരോപണവും എച്ച് സലാം ഉന്നയിക്കുന്നു. പിരിച്ച പണം പാർട്ടിക്ക് നൽകിയില്ല എന്നും പണത്തിന്റെ കണക്ക് സുധാകരൻ പരസ്യപ്പെടുത്തണമെന്നും എച്ച് സലാം ആവശ്യപ്പെട്ടു. അമ്പലപ്പുഴ MLA ശ്രീ ജി സുധാകരൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ നിരന്തരമായി പാർട്ടി നേതാക്കളെയും വനിതാ നേതാക്കളെയും നിരന്തരമായി ആക്ഷേപിച്ചു പോകുന്ന രീതിയാണ്. സ്വാഭാവികമായിട്ടും ആ വ്യക്തിപരമായ അധിക്ഷേപത്തിനെതിരായി പാർട്ടി അനുവാദത്തോടുകൂടി നിയമ നടപടിയിലേക്ക് പോകണമെന്നാണ് ഞാനും തീരുമാനിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെയും ശ്രീ സജി ചെറിയാൻ്റെയൊക്കെ പേരിങ്ങനെ പറയുന്നത് കേട്ടു. എന്തായാലും ഞാൻ കോടതി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ച കാര്യം. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം അദ്ദേഹം കോടതി വന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്നാണ് വിചാരിക്കുന്നത്. 2021 ഞാൻ വിജയിച്ച തെരഞ്ഞെടുപ്പിൻ്റെ മുൻപായി ആ സമയത്ത് എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിലും അദ്ദേഹം പണം പിരിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം പിരിക്കേണ്ട കാര്യമില്ല, കാര്യത്തിൽ സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹം CPMൻ്റെ പേരിലും സ്ഥാനാർത്ഥിയായിരുന്ന എൻ്റെ പേരിലും പിരിച്ച പണത്തിൻ്റെ കണക്ക് അദ്ദേഹം പരസ്യപ്പെടുത്തണമെന്ന് വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. മനീഷ് ബഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ജി സുധാകരൻ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് ഈ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ വിജയിക്കുന്നു. അതിലിപ്പുറവും ഇരു നേതാക്കളും അല്ലെങ്കിൽ ഇരുപക്ഷവും തമ്മിൽ ഇപ്പോഴത്തെ അവിടുത്തെ CPMഉം ജി സുധാകരൻ തമ്മിലുള്ള പോര് പല ഘട്ടങ്ങളായി മുറുകുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കുകയാണോ എച്ച് സലാം? അതോടൊപ്പം തന്നെ ജി സുധാകരനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും പറയാത്തൊരു ആരോപണം 2021 നടത്തിയെന്ന ഒരു പുതിയ ആരോപണവുമായി രംഗത്ത് വരികയാണോ CPIM? സ്മൃതി, ജി സുധാകരനും CPIയുമായിട്ടുള്ള തർക്കം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെയാണ് നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് CPIന്റെ നേതാവായിട്ടുള്ള VG വിഷ്ണു ഇന്നലെ ജി സുധാകരനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. അതായത് 1 കോടി രൂപ പരസ്യമായി താൻ നടത്തിയ ആരോപണങ്ങൾക്ക് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് VG വിഷ്ണു വക്കീൽ നോട്ടീസ് അയച്ചത്. ഇപ്പോഴിതാ എച്ച് സലാം MLA പാർട്ടി അനുമതിയോടുകൂടി മുൻ MLA എച്ച് സലാം പാർട്ടി അനുമതിയോടുകൂടി നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണം പറയുന്നുണ്ട്. 2021 അന്ന് തിരഞ്ഞെടുപ്പ് ചുമതലയില്ലാതിരുന്ന ജി സുധാകരൻ താൻ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ പല ആളുകളിൽ നിന്നും പണം വാങ്ങി. നേരത്തെ തന്നെ സലാം ആരോപണം ഉന്നയിച്ചിരുന്നത് പാലത്ര ഒരു കമ്പനിയിൽ നിന്ന്, പാലത്ര എന്ന പേരിലുള്ള ഒരു കമ്പനിയിൽ നിന്ന്, കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയെന്നും. ഇപ്പോഴിതാ 7.5 ലക്ഷം രൂപ മാത്രമാണ് ജി സുധാകരൻ നൽകിയത്. പക്ഷേ പിരിച്ച പണം എത്രയാണ്, മുഴുവൻ തുക എത്രയാണെന്ന് ഇപ്പോഴും പരസ്യപ്പെടുത്താൻ ജി സുധാകരൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അങ്ങനെ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ മുറുകയാണ്. പക്ഷേ ജി സുധാകരൻ അതിന് വലിയ ഗൗനിക്കുന്നില്ല, വലിയ ഗൗരവം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിനെതിരെ ഇന്നലെ ഇപ്പോഴും നിയമ നടപടിക്ക് നീങ്ങുമെന്ന് CPM അറിയിക്കുന്നു. പക്ഷേ അദ്ദേഹം ആ പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലി അവസാനിപ്പിക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന പ്രയോഗം തുടരുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജി സുധാകരന്റെ ഒരു പൊതുപരിപാടി, അതായത് സർക്കാർ പരിപാടികളിൽ പൊതുപരിപാടികളിലൊക്കെ തന്നെ ജി സുധാകരൻ CPM നേതാക്കൾക്കെതിരായി വിമർശനം ഉന്നയിക്കുന്നതാണ് CPM ഏറ്റവും വലിയ ആക്ഷേപം, അവർ ഉന്നയിക്കുന്ന ആക്ഷേപം. അപ്പോഴിതാ കഴിഞ്ഞ ദിവസം തോട്ടപ്പള്ളിയിൽ വെച്ച് ജി സുധാകരന്റെ പരിപാടിയിൽ രാഷ്ട്രീയ, അതായത് MV ഗോവിന്ദനെ അടക്കമുള്ള ആളുകളെ മോശം പരാമർശം അല്ലെങ്കിൽ അവർക്കെതിരെ വിമർശനം ഉന്നയിച്ച ഘട്ടത്തിൽ CPM നേതാക്കൾ ആ പ്രസംഗം തടഞ്ഞിരുന്നു. ജി സുധാകരനെ പ്രസംഗം പൂർത്തീകരിക്കാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ CPIM നിലവിൽ ജി സുധാകരനെ പ്രതിരോധിക്കാൻ തീരുമാനിക്കുന്നത് ഇപ്പോൾ നിയമ നടപടികളിലൂടെ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പൊതുവേദികൾ തടഞ്ഞുകൊണ്ടാണ്. ഒരു സംഭവം മാത്രമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ജി സുധാകരൻ പക്ഷേ വേദികളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ആ വിമർശനം അവസാനിപ്പിക്കുന്നില്ല. അപ്പോഴാണ് CPIM നിയമ നടപടിയായി നീങ്ങുന്നത്. വനിതകൾക്കെതിരെ അടക്കം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയ്ക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി. പക്ഷെ അവരാരും നിലവിൽ നിയമ നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. ഇപ്പോഴിതാ MV ഗോവിന്ദനെതിരായ വിമർശനം, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ CPM നേതാക്കളെ നിഴലിൽ നിർത്തി അവിടെ അഴിമതി ആരോപണം, പൊതിച്ചോറിൽ DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായ പൊതിച്ചോർ വിതരണത്തിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. അങ്ങനെ പലതരത്തിൽ CPM നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്ന CPMലെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കൾക്ക് കഞ്ചാവ് കച്ചവടം, കടത്തുണ്ടെന്നടക്കമുള്ള ആരോപണമുണ്ട്. അതിലാണ് ഇപ്പോഴത്തെ എച്ച് സലാം നിയമ നടപടിയിലേക്ക് നീങ്ങാനും പാർട്ടിയുമായി ആലോചിച്ചുകൊണ്ട് നടപടികളിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ എങ്ങനെ വേണമെന്നുള്ള കാര്യം ആലോചിക്കുന്നത്. ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണം പണം പിരിച്ചതടക്കം ജി സുധാകരൻ പരസ്യപ്പെടുത്തണമെന്നുള്ള വെല്ലുവിളിയുമുള്ളത്. സ്മൃതി. ശരി, മനീഷ് ബഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.